ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരാളുടെ അച്ഛനെ കാണുമ്പോൾ ഇങ്ങനെ കരയും. എനിക്കറിയില്ല എന്തിനാ അച്ഛന്റെ കൂടെ പോകാനാണ് കരയുന്നത്. ഉറക്കത്തിന് എണീച്ച് കരയാൻ വെളിയിൽ പോവാം. ഭയങ്കര ഹാപ്പി ലൈഫില് ഇപ്പൊ മൂടില്ല. ഒന്ന് എടുത്തോണ്ട് പോവോ, എടുത്തോണ്ട് പോവോന്നൊക്കെ. അങ്ങോട്ട് നോക്ക്. ഞാൻ ഒന്ന് എടുക്കാം. അപ്പൊ മിക്കവാറും ഒന്നുകൂടെ ചിലപ്പോ നമുക്ക് പോവാം. പോവാം. അച്ഛൻ ബൈ ബൈ. അയ്യോ അച്ഛൻ എപ്പോഴും വെളിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇവൻ വലിയൊരു ഊരുതണ്ടിയായി. ഇപ്പൊ ഇവനും വെളിയിൽ പോണം. അപ്പൊ അച്ഛൻ നോക്കാം എന്ന് രാവിലെ വെളിയിൽ പോവും. നിന്നെ രാത്രി ഇപ്പൊ ആരും വെളിയിൽ കൊണ്ടുപോകാൻ പോണില്ല. അശ്വിൻ ബിസി വിത്ത് ഹിസ് ബെസ്റ്റ് ഡിഷ്. ഇത്തവണ ആട്ട മാഗിയാണല്ലേ? ആർക്കൊക്കെ വേണ്ടിയാ ഉണ്ടാക്കുന്നത്? അങ്ങനെ പറയല്ലേ. 4 പാക്കറ്റോ? ഇഷാനി എടുക്കുമെന്ന് പറഞ്ഞ, അച്ഛനും എടുക്കുമെന്ന് പറഞ്ഞ. അപ്പച്ചി ബിസി വിത്ത് മുട്ട. ഇവിടെ ഒരാള് ഇനി ഒരു പ്രശ്നമില്ല ലൈഫില്. ഓം ബേവ്യാനു, ഹലോ. കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചാണ് ഇരിക്കുന്നത്. ലൈഫിൽ ഭയങ്കര ദുഃഖം. ഉടനെ തിരിഞ്ഞു നോക്കുന്നു എന്നെ എടുക്കാൻ വല്ലതും വന്നയാണോ. ലൈക് ബോണ്ട് അവിടെ നിന്ന് ചെയ്തോ, എന്നിട്ട് അങ്ങനെ നടന്നു പോയിക്കോ. ഇത്ര തന്നെ. പണ്ട് നീ വയറ്റി കിടന്നപ്പോൾ നിന്റെ അമ്മയുടെ ഒക്കെ വയറൊക്കെ തടവി കൊടുത്ത് പാട്ടൊക്കെ പാട്ടിട്ട് അവൻ വിചാരിക്കുന്നത് വളരെ ക്ലോസ് ഒരാളാണല്ലോ. ആണല്ലേ? പിന്നെ അവ ഇപ്പൊ കുറെ കൂടെ അച്ഛനെ പോലെയാണ് കാണാതിരിക്കുന്നത്. അത് കുറെ പേര് പറയുന്നുണ്ട്. ദിയ കൃഷ്ണ 2 ക്രോസ്, കൃഷ്ണകുമാർ 2 ടിക്ക്. പല്ലും കൂടെ ഹൻസിക കഴിഞ്ഞ ദിവസം പറഞ്ഞ അച്ഛനെ പോലെ ഇരിക്കുന്നത്. എവിടെ നിന്റെ പല്ല് എവിടെ? നിത്യസായി പറഞ്ഞേ. നല്ല മണം. കുറച്ചു മുന്നേ കുളിച്ചതേ ഉള്ളൂ. നല്ല മണം. അവന്റെ ഫേവറേറ്റ് ബോഡി വാഷ്. മതി എടുത്തോണ്ട് പോകുന്നൊക്കെ. മൈൻഡ് ചെയ്യണ്ട ആർക്കും. ഒട്ടും മൈൻഡ് ചെയ്യാത്ത തരില്ല. ഞാൻ ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പൊ മിക്കവാറും ഞാൻ ശശിയാവുന്നത് എല്ലാരും കാണും. ഓക്കെ, പല തിരിച്ചൊക്കെ കാണാത്ത പോലെ ഇരിക്കാവുന്നൊക്കെ. എക്സ്ക്യൂസ് മീ, എന്നെ ബന്ധം എന്തെങ്കിലും ബന്ധം ഇങ്ങനെ ഇമോഷണൽ ഡാമേജ് ആക്കി കളയല്ലേടാ. ഇങ്ങനെ കണ്ടെന്നീര് ഭയങ്കര ഡാമേജ് ചെയ്തില്ല. പക്ഷെ മിക്കവാറും ഇപ്പൊ കരയും. അച്ഛൻ അങ്ങ് നടന്ന് അടുക്കളയിലേക്ക് പോകും. തുടങ്ങി. അച്ഛന്റെ ഓറ പക്ഷെ അത് കാണിക്കുന്നില്ല ആളെ. മക്കളെ ഒരു കണ്ണുനീര് ഇവിടെ വെച്ചിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പനോട് ഇഷ്ടം തോന്നിയില്ലടാ. കാലാട് നിങ്ങൾ നടക്കുവേ, എന്തിനു നിക്കുന്നൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടം അവനത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൻ കാലിട്ട് അട്ടിക്കോടി. ഇതാണ് ഇഷ്ടം. ഇനി ഇരിക്കൊന്നും ചെയ്യരുത്. ശരി, ഞാൻ പോകുന്നു. എന്നെ ഓറ ഡെറ്റിലാക്കി, ഇവിടെ കടത്തിലായിപ്പോയി. ഞാൻ ഓറയുടെ കടത്തിൽ. അതുകൊണ്ട് ഞാൻ പോവേ. അപ്പൊ ശരിയാക്കി തരാം. ഞാൻ നിന്നെ ഓറ ഡെറ്റിലാക്കി. നമ്മുടെ ഹൻസു, ഞാനും അശ്വിനും ബേബിയും നാളെയാണ് ഇഷാനിയുടെ സിനിമ കാണാൻ പോകുന്നത്. ആശകളായി ഇത്രേ നാളെ കാണാൻ. നമ്മള് ചെന്നൈയിൽ നിന്ന് വന്ന ഉടനെ കാണാനാണ് ഇരുന്നത്.
രാവിലെ നമ്മുടെ രാവിലെ ചെറിയ പള്ളിയിലെ യെസ് അത് അച്ഛൻ തന്നെ ഇൻഫർമേഷൻ പറയണം കറക്റ്റാണ്. അഹാദിഷിക ഫൗണ്ടേഷൻ, എനിക്കറിയാലോ അഹാദിഷിക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ ഒരു കമ്പനി, ഒരു ചാരിറ്റബിൾ കമ്പനിയാണ്. അഹാദിഷിക എന്ന് വെച്ചാൽ അഹാന, ദിയ, ഇഷാനി, ഹൻസിക, എല്ലാവരും ഒരു പേര് ചേർന്നു. അപ്പം ഇലക്ഷൻ സമയത്ത് ശ്രുതി എന്ന് ഞാൻ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ കണ്ടീഷൻ മോശം. ഇത് അന്നേരം നമുക്ക് ഒരു ഇഷ്ടവും എല്ലാം തോന്നിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വീട് വെച്ച് തരാം. അന്നേരം കയ്യിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്തോ അവരുടെ പ്രാർത്ഥനയായിരിക്കാം, അവരുടെ നന്മകളായിരിക്കാം, കാര്യങ്ങളൊക്കെ ഒത്തുവന്നു. നാളെ അതായത് 14-ാം തീയതി രാവിലെ 10:10 അങ്ങനെയുണ്ടോ? അത് ഓർത്തില്ല. എന്തായാലും അവരുടെ വീടിൻ്റെ തറക്കല്ലിടാൻ രാവിലെ പോവും. നീ വരും, ഓസിയും വരും, ഷാനിയും വരും, ഹൻസിയും വരുമോ? അവൾക്ക് വയ്യല്ലേ. എന്തായാലും നാളെ അങ്ങനെ ഒരു നല്ല കർമ്മത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. അല്ലേ, നാളെ രാവിലെ അതാണ് മെയിൻ ഫസ്റ്റ് പരിപാടി. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മളെല്ലാവരും ഇഷാനിയുടെ സിനിമ കാണാൻ പോകും. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്ന് വന്ന ഉടനെ അടുത്ത ദിവസം രാത്രി കാണാൻ വേണ്ടി വന്ന ഉടനെ ഞാൻ SP വെൽനസിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഫുഡ് പോയ്സണും കൊണ്ടാണ് ഞാൻ വന്നത്. ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ക്യാൻസൽ ചെയ്തു. പിന്നീട് ഞാൻ ഓക്കെ ആയിട്ട് പോകാമെന്ന് വെച്ചപ്പോഴാണ് ഇത്രയും ഡിലേ വന്നത്. അപ്പോൾ ഹൻസിയയ്ക്കും ഇച്ചിരി തിരക്കായതുകൊണ്ട് ഹൻസിയയ്ക്കും അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഹൻസു നാളെ നമ്മുടെ കൂടെ തന്നെ ഒരുമിച്ച് നമ്മൾ പോയി ലുലു മോളിൽ പോയി കാണാൻ പോവുകയാണ്. അത്ര തന്നെ. ഞാൻ പോയി കണ്ടിട്ട് റിവ്യൂ പറഞ്ഞാൽ മതി. എൻ്റെ ഒറിജിനൽ റിവ്യൂ ഞാൻ വീട്ടിൽ വന്ന് പറയുന്നതായിരിക്കും. ഇതുവരെ ഞാൻ കേട്ടതിൽ വെച്ച് എല്ലാവരും പറയുന്ന അടിപൊളി പടമാണ്. ഫാമിലി ത്രില്ലർ അശ്വിന്റെ ഫാമിലിയെ കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് മൂവി. ഞാൻ ഒന്ന് രണ്ട് പറ്റി എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി എല്ലാവരും നല്ല പോലെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇഷാനിയും കുറെ പേരുടെ റീല് ഞാൻ കണ്ടു നല്ല പോലെ ചെയ്തിട്ടുള്ള. ഇഷാനി എനിക്ക് പൈസയൊന്നും തന്നില്ല, ജസ്റ്റ് നേരത്തെ പറയുന്നു ഞാൻ. പക്ഷേ കുറെ പേരുടെ റീല് ഞാൻ കണ്ടു ഇഷാനി നല്ല പോലെ ചെയ്തു എന്നുള്ളത്. അപ്പൊ എനിക്കും ഇഷാനിയുടെ പെർഫോമൻസ് ഒന്ന് കാണണം എന്നുണ്ട്. ഞാൻ പെയ്ഡേ ചെയ്യാറുള്ളൂ, പക്ഷെ ഇത് പിന്നെ മേടിക്കാൻ നിന്റെ പൈസ. എനിവേസ് യെസ്, അതാ അപ്പൊ കണ്ടില്ലാത്തവർ കാണണം സിനിമ. ഞാൻ നാളെ പോയി കാണട്ടെ. ഞാൻ ആദ്യം കാണാം. നാളെ ശേഷം എല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഒരാൾ മാഗി ആയിട്ട് എത്തി. ഞാൻ അയാളെ പോയി കാണിച്ചു തരാം. അശ്വിൻ മെയിനായിട്ട് ഹൻസുവിന് വേണ്ടിയാണ് ഉണ്ടാക്കിയല്ലേ? ഹൻസു എങ്ങനെയുണ്ട്? റിവ്യൂ പറ. വെരി നൈസ് ആസ് യൂഷ്വൽ. കുറെ പ്ലേറ്റ് അപ്പഴേ മനസ്സിലാക്കി വെറുതെ അല്ല കുറഞ്ഞു. ഇവിടെ കുറെ പേരുണ്ട്. എന്തായാലും ചോറ് കഴിക്കണ്ട, അപ്പൊ ഇത്ര കഴിച്ചാൽ മതി. അവന് എന്തുണ്ടെങ്കിലും എന്റെ കൈ വരണ്ട, അത്ര തന്നെ. ഒരു മിനിറ്റ് ഞാൻ തന്നോളൂ. ഭയങ്കര കിട്ടിയ മസാല കേട്ടോ, ഉടുക്കത്തെ മസാല. ഞാൻ കുറച്ച് പേര് ചിക്കൻ മാഗി കഴിച്ചു, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മസാല. ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റ്, സൂപ്പർ. പിന്നെ ഇവൻ്റെ മാഗി റെസിപ്പിയൊക്കെ എനിക്കൊന്ന് ഹൻസിക്കയുടെ ബ്ലോഗിലൂടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് സൂപ്പറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക, അതേ റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റ്. അവിടെ ഒരാളത് ഇഷാനിയുടെ കൈ കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തു. കരയോ ഇല്ലെന്ന് നോക്കട്ടെ. ഇഷാനി ഓറാ ഡെറ്റിലാക്കോ ഇല്ലെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഓക്കെ, ഓറാ ഡെറ്റ് സ്റ്റാർട്ട്. ഡാടാ കുറച്ച് പൊട്ടിക്ക് ഓവറാണ് കേട്ടോ. പിപ്പി ആ പല്ലൊക്കെ കണ്ട എല്ലാരും പല്ല് കാണിച്ചേ. അവിടെ കുട്ടി പല്ല് കാണിച്ചേ എല്ലാരും. അവന് ഗേൾ ഫ്രണ്ട് കളഞ്ഞിട്ട് പോയ പോലെ ദുഃഖം സഹിക്കാൻ വയ്യ അവനങ്ങ്. അച്ഛൻ പോകുമ്പോ തല വള 360 വളഞ്ഞു നോക്കുന്നു. എക്സ്ക്യൂസ് മീ, ഹൗ ഡെയർ യു ലീവ് മീ അലോൺ എന്നൊക്കെ. യുവർ ഫാദർ. അവന്റെ കരച്ചിൽ ഇപ്പൊ മാറുമെന്ന്. മറ്റേ ആൾ എവിടെ പോയി? ഇതിനകത്തോട്ടാണല്ലോ കയറി എന്നൊക്കെ. അത് പോയി, ആ ആള് പോയടാ.
അവൻ നമ്മളെ പറ്റിക്കുന്നു. അവൻ ആരുടെ കൈ വരണമെന്ന് മനസ്സിലാവണില്ല. രാവിലെ എണീച്ച് എൻ്റെ കൈ വരണം, വൈകുന്നേരം ആകുമ്പോൾ അവൻ എന്നെ അറിയില്ല, ഇറങ്ങിപ്പോ തള്ളേന്നൊക്കെ. ഞാൻ ഈ ഇടയ്ക്കാണ് അവനെ ഇങ്ങനെ ഒറ്റ കൈ പിടിക്കാൻ ചെറുതായിട്ട് പഠിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഈശാനിക്ക് നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റില്ല. എങ്ങനെയാണ് പിടിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഒരു എങ്ങനെ ഒരു അമ്മയൊക്കെ നിന്റെ ബോഡി മൊത്തത്തിൽ വളഞ്ഞായിരിക്കും. എനിക്ക് നാച്ചുറലി പറ്റുന്നില്ല, ഞാൻ അതിന്റെ കൂടെ വളഞ്ഞത്. പക്ഷെ അമ്മ ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ദേവനിധി എനിക്ക് അതെങ്ങനെയാ നീ നോക്കും, നമ്മുടെ വീട് പെയിന്റ് ഒക്കെ അടിക്കുന്നു. ജീവൻ പണയം വെച്ചാണ് പിടിക്കുന്നത്. വണ്ടി ഓടിക്കണം, വണ്ടി ഓട്ടിക്കുന്നത് കാരണം ഇവനും വണ്ടി ഓടിക്കാൻ ഇഷ്ടം. ശരി ശരി. പക്ഷെ ഇവ ഓട്ടോ ഓട്ടിക്കുന്നത്, കാറല്ല, ബൈക്കും ബൈക്ക് എല്ലാം ഓട്ടിക്കും. ഇവന് 4 വീലർ ലൈസൻസ് ഇല്ലല്ലേ, 3 വീലറും 2 വീലറേ ഉള്ളൂ. അതവനെ കൊടുക്കണ്ട, വലിച്ച അപ്പച്ചിയുടെ തലയ്ക്ക് തന്നെ എറിഞ്ഞു തരും. ഡാടാ എന്നൊക്കെ. ഓക്കെ, ഇതെന്റെ മുട്ടയുടെ വെള്ള മാത്രം, ഞാൻ മഞ്ഞ കഴിക്കില്ല. സൂപ്പർ, താങ്ക്സ്. ഓക്കെ, എനിക്ക് ആ ചട്ടിയാണ് പക്ഷേ ഇഷ്ടം. അതിലാക്കുമ്പോൾ ക്രിസ്പാവുന്നു. ഓം ബേബിയാനോ കഴിച്ചോണ്ടിരിക്കുമ്പോ കാര്യമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോറിയടാ, നിനക്ക് അത് മാത്രം തരില്ല, നിനക്ക് അതിന് പകരം നമ്മൾ ക്യാരറ്റ് തരും. ക്യാരറ്റും ആപ്പിളും തരാം. നോക്കിയിരുന്ന ഇപ്പൊ കണ്ണുകൊണ്ട് നോക്കി വിശപ്പ് തീർക്കാം. ഓമി കള്ള് വേണമെന്നൊക്കെ പറയും. ഇതാണ് അവനെല്ലാം വേണം. വലിയ ആൾക്കാർ കഴിക്കുന്നത് മാത്രമാണ് അവന് ആവശ്യം, ചെറിയ പിള്ളേരുടെ ഒന്നും വേണ്ട. ഇവിടെ ഒരാള് ഇപ്പൊ ക്രിക്കറ്റ് പ്രാക്ടീസിന് ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എടാ എന്താ പൊക്കി എടുത്തോണ്ട് എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് അവിടെ ഇരുന്ന് കാണിക്കുന്നത്. ഡാ ഓമി, ഇഷാന് തിന്നുന്ന എത്തി നോക്കുന്നു, കഷ്ടം. അതിനകത്തോട്ട് നോക്കുന്നു, മേളിലിരുന്ന്. കാരണം ആ ആംഗിൾ നമ്മ അകം കാണാൻ പറ്റി. അമ്മു ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അമ്മുന്റെ പ്ലേറ്റിലല്ല നോക്കുന്നത്. അമ്മു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തൈര് വട മറ്റേതൊക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് ഓസി ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ? അമ്മു ഇപ്പോഴും ചോദിക്കും അങ്ങനെ, നിന്റെ ഫുഡ് ആക്ച്വലി കൊള്ളാവോ, ഞാൻ ചുമ്മാ ടേസ്റ്റ് ചെയ്യട്ടെ. അല്ലേ ഈ അമ്മു ഇപ്പോഴും ചോദിക്കും അല്ലേ? ചെറിയൊരു ബൈറ്റ് മതി. അതെ. എന്താടാ ഓമി? ഇപ്പൊ റൊട്ടേറ്റിംഗ് ആണ് അവന്റെ മെയിൻ പരിപാടി. റൊട്ടേറ്റിംഗ്. എവിടെ പോണടാ? അതെടുക്കാൻ പോവാ. അയ്യോ പാവം, ആരുടെ കാലിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവന്റെ കാല ആക്ച്വലി നിന്റെ കാലാണ്, എന്റെ അല്ല. മതിയായി അവിടെ കിടന്ന്. അവൻ ഈസി വേ വേണം, മെനക്കെടാൻ വയ്യ. അവന്ന് എടുത്ത് കൈത്താ. നീ മെനക്കെടണം, നീ കറങ്ങ്, വണ്ടി കറങ്ങട്ടെ. അവൻ നോക്കുമ്പോ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ഓ അവൻ തിരിഞ്ഞ് പൊക്ക അങ്ങ് പോ. വണ്ടി പോട്ടെ. ഓം ബേബിയാനോ. ഇവനൊരു കണ്ണാടി തന്നിട്ട് ഒരു കുട്ടി, ഒരു കൂളിംഗ് ഗ്ലാസ് കുട്ടി എൻ്റെ മുന്നിൽ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. കൂളിംഗ് ഗ്ലാസോ? ആക്ച്വലി എനിക്കത് ഇവന് വെച്ചു കൊടുക്കണം. ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നു, ഞാൻ കണ്ടുപിടിക്കാം. കാരണം എന്ന് പറയുമോ, എൻ്റെ അത് വേറെ ആൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്നലെ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാൻ വന്നിരുന്നു, അവിടെ ഒരു കണ്ണാടി തന്നില്ല. കൊച്ചു പെൺകുട്ടി ഓടി വന്നു ഓമിക്കായിട്ട്. ആ കണ്ണാടി തന്ന കുട്ടിയുടെ അച്ഛൻ അവിടെ ഒരു കണ്ണാടി കടയുണ്ട്, പേര് മറന്നു. ഞാൻ കണ്ണാടിയുടെ കവർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ അയാളെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ പേര് ചോദിക്കാം. ഓമാ 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 എന്തിനാ തക്കടു? ഓ അവിടം വരെ എത്തി തിരിഞ്ഞ്. നോക്ക് അൻസു, എന്റെ ദൈവമേ,
അവൻ അവിടം വരെ എത്തിയച്ച എന്നിട്ടും കിട്ടുന്നില്ല. ഓ കിട്ടി, ഗുഡ് ജോബ് ഓമി. എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സാണ്, അതിനൊന്ന് അയൺ ചെയ്യണം. ഞാനിങ്ങനെ മടിച്ച് ഇരിക്കുന്നു. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചേ? ഇവിടുത്തെ ഏതോ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല വി നെക്ക് വർക്കൊക്കെ ഉള്ള ടോപ്പ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വാങ്ങിച്ചത്, പക്ഷെ ആ സമയത്ത് ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഉപയോഗം വന്നു ഗൈസ്. എന്തടാ ബാ. ഓ ഗിവ് അപ്പ് ചെയ്ത് കിട. എന്നെ കൊണ്ടിനി വയ്യ. ഞാൻ ഗിവ് അപ്പ് ചെയ്ത് ആരെങ്കിലും എന്നെ ഒന്ന് എടുക്ക്. ആരെങ്കിലും എന്നെ ഒന്ന് എടുക്ക്. ഐ ഗിവ് അപ്പ്. I'm done. I don't want to see anybody. അവൻ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അപ്പ് ചെയ്ത് കിടക്കും കേട്ടെങ്കിൽ അവന് വയ്യ. അവൻ മറ്റേ ഇത്രയും പേരുണ്ടായിട്ട് എന്നെ ഒന്ന് എടുക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്. You're funny child. Hey child, you're funny. പൂച്ച തന്നെ അതിലിട്ട് തട്ടി എടുക്കുക. പൂച്ചക്കുട്ടി വീണ്ടും കിടക്കാൻ നോക്കട്ടെ. പൂച്ചക്കുട്ടി ഇവിടെ എന്തായാലും 2 പ്രാവശ്യം തുടച്ചു തന്നെ ഉണ്ട്. കുഴപ്പം. ഓമ, ഓം ബേബി, അപ്പൂപ്പനുണ്ട്. എന്നാലും നിങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് കൈ പിടിച്ചേക്ക്. ഓ ചിലപ്പോ കഴുത്ത് തളർന്നിട്ടുണ്ടാവും. പാല് വേനു. ഇഷ്ടമൊന്നുമില്ല തറ കിടക്കാൻ. നല്ല തണുപ്പ്. അത് തന്നെ, ടൈൽസ് നല്ല തണുത്തിരിക്കുന്നു. അതാണ് ഓമാ, ഓമി വരുവോ? പാലുവണ്ടി അപ്പം പോകുന്നില്ല. ഇവിടെ ഉണ്ട്. ക്യാമറക്കകത്തുണ്ട്. നടന്നു തുടങ്ങിയ അലറാന്ന്. മുറ്റും പാല് കുടിക്കാം. നമുക്ക് പാല് കുടിക്കാം. കണ്ടോട്ടെ. എവിടെ കൈ മാറ്റെടുത്ത അക്കിടൂ. ആ പല്ലി എവിടെ? ഞാൻ ജിംനാസി. നിന്റെ പല്ലാണ് മൊത്തം ഭയങ്കര റിലാക്സ്ഡ് മൂഡില്. നീ പറഞ്ഞോ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നീ പാട്ട് പഠിക്കോ, ഞാൻ ഈ മുട്ട തുറക്കാൻ നോക്കാം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഓൺലി #. മഷ്റൂം ബ്രൊക്കോളി ശനി എന്നും രാത്രി കഴിക്കും. അതേ ഫുഡ് തന്നെ കഴിക്കും. കാരണം നല്ലതാണെന്ന് അറിയാം, അവിടെ മിണ്ടാതെ തിന്നും. ഒരു 3-4 ദിവസം ഡിഫറെൻറ്റ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് കിട്ടും.
കഴിഞ്ഞ ദിവസമായിട്ട് തിന്നുന്ന ന്യൂട്രിയൻസ് ഒക്കെ ബാത്റൂമിൽ ഛർദ്ദിച്ചു പോയല്ലേ. എൻ്റെ നിന്ന് ഞാൻ കൊടുത്ത ദാനം ചെയ്ത ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഡൊണേറ്റ് ചെയ്തു എൻ്റെ സിക്നസ്. അശ്വിൻ ബൈ ദ വേ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇനി രാത്രി ഒരു 10 ഒക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പോയിട്ട് കുറച്ച് നേരമായി. സൈഡിൽ കൂടെ ഇങ്ങനെ പല്ലിയൊക്കെ ഇറങ്ങിപ്പോകും, അല്ല മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഞാൻ കണ്ടുപിടിച്ചു ഇറങ്ങി പോകുന്നത്. ഇങ്ങനെ മിണ്ടാതെ ഒരു കാറ് വന്നപ്പോൾ ഒരു ഒറ്റ ചാട്ടം വെളിയിലോട്ട്. 10 മണിയാകുമ്പോൾ വരും, അപ്പോൾ കാണാം. അവന് സൺഡേ ഒരു മാച്ച് ഉണ്ട്. ഒരുപാടത്തെ ജിം എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന എന്തോ ഒരു മാച്ചാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ജിമ്മിലുള്ള അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം. ഇങ്ങനെ പല്ലാണ്. ഇല്ല ഇല്ല, ഫോൺ തരില്ല. ഫോൺ കാണാൻ തന്നിട്ട് പോന്ന്, എന്നാ പിന്നെ വേണ്ടാന്ന്. അറിയില്ലേ ക്യാമറ അനിയതൊക്കെ അതൊക്കെ ഒന്ന് കണ്ണട നോക്കെ. പെട്ടെന്ന് കണ്ണ് തുറന്നു വെച്ചേക്കണേ. അച്ഛനെ കണ്ട് വീണ്ടും സ്ട്രെസ്സായി അച്ഛനെ കണ്ടിട്ട്. ഇത്ര നേരം മറന്നിരിക്കുകയായിരുന്നു അവൻ. എന്താ മക്കളെ, ഇതാണ് മുൻജന്മബന്ധം. മുജ്ജന്മബന്ധം. കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ ആരായിരുന്നുണ്ട്? എൻ്റെ അനിയനോ ചേട്ടനോ എന്തോ ആവാം അല്ലേ മക്കളെ? നീ ഒരുപാട് യാത്ര ചെയ്ത സോളാണ് ഇവൻ. ഒരുപാട് യാത്ര ചെയ്ത്. നീ കൊച്ചാണെങ്കിൽ നീ ആള് പുലിയാടാ. പുലി കണ്ടാ? നീ വലുതാവുമ്പോ അതെ വാ, അത് വരെ നിന്നെ ഞാൻ കൊണ്ട് നടക്കൂടാ. ചിലപ്പോ അച്ഛന്റെ ട്വിൻ ആയിരുന്നു കാണും, ബിക്കോസ് ഒരേപോലെ ഭയങ്കര സെറ്റിൽഡ് ആയിട്ടിരുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. മസാജ് ചെയ്തോ കാലൊക്കെ. അതങ്ങ് സൂചിച്ചു പോയങ്ങ്. നീ ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. മിക്കവാറും ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടേക്ക് നമ്മുടെ ഫാമിലി ഫോട്ടോ കണ്ട അച്ഛനെ ചൂണ്ടിക്കാണിച്ച് മിക്കവാറും കാര്യം. ഇപ്പൊ വലുതാകുമ്പോ ഇവനിരുന്ന് ഈ വ്ളോഗ് കാണാം. സോൺ ഔട്ടായി കാരണം അത്ര അവൻ ആ മസാജ് സുഖിച്ച്. തായ് മസാജിന്റെ ഇടയിലായിപ്പോയി. ആ കൈ സ്റ്റൈല് നോക്കി ശനി വെച്ച്. ബിസിനസ് മീറ്റിംഗ്. ഇത്രയും സുഖിച്ചിരിക്കുന്ന അടുത്ത കാലത്ത് ഞാനും കണ്ടില്ല. തിരുമ്പ അങ്ങോട്ട്. നല്ലോണം അങ്ങോട്ട് തിരുമ്പ. അടുത്ത കാലം പൊക്കി തരുന്നു. അടുത്ത ഇത് കഴിഞ്ഞ അടുത്തത് ഇങ്ങോട്ട്. അപ്പച്ചിയെ നോക്കണം. ഇപ്പൊ ഷിറ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത റൗണ്ടായിരിക്കും. ഹാപ്പി ആണെന്നല്ല ചോദിച്ചത്. എന്നെ നീ ഹാപ്പി ആക്കിയിട്ടുള്ളത് ഇത്രയ്ക്ക് വലിയ ഇഷാനെ നോക്കിയപ്പോഴേ ഞാൻ ഇവന് ഇങ്ങനെ എടുത്തിട്ട് വീട് പെയിന്റ് ഒക്കെ ചെയ്യണം. കാരണം അത്രയ്ക്ക് എങ്ങനെയാന്നൊക്കെ. അമ്മ ചന്തയിലൊക്കെ പോയിട്ട് വരും. ഞാൻ എന്റെ ജീവിതം ഞാനേ നീശാന് നീ ഇങ്ങനെ പോ, ഇങ്ങനെ എനിക്ക് ഞാൻ ഫുൾ എയർപോർട്ടിലെ പെട്ടി വരപ്പോ എടുക്കുന്ന ഇവൻ അങ്ങനെ വെച്ചോണ്ടറിയോ. കാരണം ഞാൻ അത്രയും നടന്നുകൊണ്ട് എനിക്കിപ്പോൾ അത്രയും യൂസ്ഡ് ആയി. ഞാൻ എല്ലായിടത്തും ഇവൻ അങ്ങനെ. കാരണം ഇവൻ സത്യം പിന്നെ ഉറങ്ങി കിടക്കുമ്പോഴേ എൻ്റെ മനസ്സിലൂടെ പോയി ഇവന്ന് എണീച്ചേക്ക് കൊള്ളായിരുന്നു. ബിക്കോസ് ഇവൻ ഇങ്ങനെ എടുത്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കും. ഫുൾ ആൾക്കാർ ഇങ്ങോട്ട് നോക്കണോ? അയ്യോ ഓടിക്കോ. അതെ
ഓം ബേബിയാനോ. എൻ്റെ വരും നമ്മുടെ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. കുറച്ച് നേരോട്ട് ഞാൻ ഓറ ഡെറ്റിലാണ്. എക്സ്ക്യൂസ് മീ വേണ്ടല്ലോ ഇങ്ങനെ ലോ ഇല്ല ഇവിടെ. അന്ധനായിട്ട് അഭിനയിക്കാം കൂടെ പോവാതിരുന്നാലോ എന്നൊക്കെ ഇന്നാ. എന്നാലും അവൻ ഇങ്ങനെയാണ്. ഞാൻ പാവല്ലേ കുറെ നേരം ഇവിടെ തെണ്ടുവല്ലേ എന്നൊക്കെ ഞാൻ കൂടെ വരെ ഇങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ ഓറ മൈനസ്. പാല് വേണോ? പാല് വേണോ? പാല് വേണം, സ്പാ വേണോ? പാല് വേണോ, സ്പാ വേണോ? എനിക്ക് ഒരു സൈഡിലെ പാല് വേണം, വേറെ സൈഡിൽ സ്പാ വേണം. ഓറ ഓറ ഡെറ്റ്. അവ എന്റെ കൂടെ വരുന്നപ്പോ ഇങ്ങനെയാ. ഒരാളെ എത്രയെന്ന് വെച്ച് ഇത്ര ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എന്തായാലും പാല് ഒന്ന് ഉറക്കിയ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നു. നമുക്ക് പാല് കുടിച്ച് ഉറങ്ങാം, കുറച്ച് നേരം ഉറങ്ങാം. നിനക്ക് ഫസ്റ്റ് റൗണ്ട് ഉറങ്ങുന്ന ടൈമായി. ഇനി ഇത് കഴിഞ്ഞ് നീ ഒരു 11:30 കഴിയുമ്പോൾ എണീച്ചിട്ട് വീണ്ടും ഉറങ്ങുള്ളൂ. ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനെ പോയി ഒന്ന് ഉറക്കിയിട്ട് നമുക്ക് കാണാം. ഉറക്കം ട്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. ശരി. ഓസ്ട്രേലിയൻ മുന്തിരിങ്ങ തൊലി മാറ്റി അകത്തെ സാധനം മാത്രം നമ്മൾ ഫ്രൂട്ട് നിപ്ലറിൽ വെച്ച് കൊടുക്കും. കുറേ നേരം അത് കടിച്ചിരിക്കും, അതിന്റെ മധുരം പോകുന്നവരെ. തണുപ്പില്ല ഇഷ്ടപ്പെട്ടാ? ഫേവറേറ്റ് ഹോബിയാ. എന്തുകൊണ്ട് തറ എറിയ ബാക്കിയുള്ളത് എടുത്തു തരുമല്ലോ. കുറേ പേരുണ്ടല്ലോ പണിയെടുക്കുന്നു. അതവന്റെ ഗസ്റ്റാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി പിന്നീട് കാണാം. സൗണ്ടാണത്. അങ്ങനെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയ ആള് തിരിച്ച് വന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നെ വിളിച്ചായിരുന്നു. അപ്പച്ചി ലേറ്റായ അശ്വിൻ റിസീവ് ചെയ്യാൻ വന്ന് നിൽക്കുന്നു. ലേറ്റൊന്നും ആയില്ല, ആക്ച്വലി 10 മണി ആയതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ്? എന്ത് കയ്യിലെന്തോ ഉണ്ട്, കയ്യിലെന്തോ ഉണ്ട്. ഓക്കെ, സൺഫ്ലവർ. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ, ഞാൻ ഒന്നും മേടിച്ചില്ല, എനിക്ക് വെളിയിൽ പോകാൻ പോലും പറ്റിയില്ല. ഞാൻ ഫുൾ ടൈം ബേബി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വെളിയിൽ പോകാൻ പറ്റിയില്ല, ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയില്ല, പെട്ടുപോയി. പിന്നെ ഇയാളും ഒന്ന് പ്രാക്ടീസിൽ രാത്രി പോകുന്നുണ്ട്, ഇയാളും ഒന്നും ഒപ്പിക്കില്ലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല, പെട്ടുപോയി ഞാൻ. എനിക്ക് കഴിഞ്ഞല്ല 2 വർഷം മുന്നേ ഫെബ്രുവരി 14 നമ്മൾ ദുബായിലായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം സൺഫ്ലവർ എനിക്ക് ഒപ്പിച്ചു തന്നു അശ്വിൻ. ഇപ്പോൾ അതേ സെക്കൻഡ് ടൈം. അതിപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ള വാലന്റൈൻസ് ഡേ ആണ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സെക്കൻഡ് വാലന്റൈൻസ് ഡേ. താങ്ക് യു. നമുക്ക് ഓശിയുടെ വീഡിയോ ഷൂട്ട് ചെയ്താലോ? അക്കുസേട്ടോ, എന്റെ നൈറ്റ് ഡ്രസ് ആണ് ഇട്ടേക്കുന്നത്. ടോപ്പ് ചങ്കടം വന്നു. സ്റ്റാർട്ട്. ഓക്കെ, ഞങ്ങളത് ഫ്ലവർ വേസിനോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിലധികം തണ്ണി അതിന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എനിക്ക് സൺഫ്ലവേഴ്സ് ആണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പല വ്ളോഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സച്ച് എ പ്രിറ്റി ഓമിയുടെ ഫ്ലവർ ഓമിയുടെയും നമ്മുടെ ഫസ്റ്റ് ഫേസ് റിവ്യൂവിൽ നമ്മൾ പോയത് സൺഫ്ലവർ ഫാമിലാണ്. സോ ഇറ്റ് ഹാസ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. നല്ല രസമില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ വന്ന് നോക്കാം. നാളെ രാവിലെ നേരത്തെ എണീക്കണം. അച്ഛൻ പറഞ്ഞ പരിപാടിക്ക് ചെല്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നാളെ ഞാൻ കാണിച്ചു തരാം സെയിം വ്ളോഗിൽ. അക്കു സെറ്റോയ് വാ കിടക്കാൻ പോവാ. അവന് നല്ല ചൂടെടുക്കുന്നുണ്ട്. നിന്റെ ഫേവറേറ്റ് ഫ്ലവർ, നിന്റെ ഫേസ് റിവീലിന്റെ ഫ്ലവർ ഇഷ്ടാണോ? എപ്പ പറഞ്ഞ് എനിക്ക് ചെമ്പരത്തിയാണ് ഇഷ്ടം എന്നൊക്കെ. ഒന്ന് പോടാ. അപ്പൊ വാ, പാല് കുടിച്ച് നമുക്ക് ഉറങ്ങാം. സെറ്റാ, രാവിലെ കാണാം. രാവിലെ ഓമി ഞാനും ഡ്രസ് ചെയ്തിട്ട് കാണാം. പിന്നെ ഓമിയുടെ ക്ലോസപ്പ് എടുക്കാൻ പോയതാ. ഇവിടെതാ ഓമി എന്നെ നോക്കുന്നു കുഞ്ഞിലെ. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ. എന്റെ ഡ്രസ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നാളെ ഇടാനുള്ള എൻ്റെ ഡ്രസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്, പക്ഷെ അപ്പം ഇടാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അന്നത്തെ ആ സൈസ് തന്നെ വാങ്ങിച്ചു. ഇപ്പോഴും ആ സൈസ് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇടാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. ശരി, ബൈ. അങ്ങനെ രാവിലെയായി, നമുക്ക് പരിപാടിക്കൊക്കെ പോകാൻ ടൈമായി. ഇവിടെ ഒരാൾ നല്ല ഉറക്കമായിരുന്നു എൻ്റെ കൈയിടുന്ന്. ഇഷാനി അച്ഛനെ ഫോൺ വിളിച്ച് സ്പീക്കറിലിട്ടു. അപ്പോൾ മര്യാദ കിടന്നുകൊണ്ടവൻ ആ സൗണ്ട് കേട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് സൈഡിലോട്ട് നോക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഫോണാ കിടന്നോ ഇവിടെ ആരുമില്ല, കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എണീച്ചങ്ങ് ഭയങ്കര ഹൈപ്പർ മൂഡിലായി. അശ്വിൻ വരുന്നില്ല. നമ്മൾ കാര്യം പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരും. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ പണിയേ ഉള്ളൂ. എല്ലാം നമ്മളവിടെ പോകുന്നു. അച്ഛനാണ് സത്യം പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ ചെന്ന് എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. അതായിരിക്കും നല്ല. ഞാൻ ഈ പറയുന്നതിനേക്കാൾ വിഷ്വലി കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ള ഫുട്ടേജ് മനോജിൻ്റെ അടുത്ത് എടുക്കാമെന്ന് വെച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മനോജ് എന്തായാലും ഫ്രീ ആയിരിക്കും. സോ മനോജും ഫ്രീ ആയിരിക്കും. പിന്നെ കണ്ണൻ ഫ്രീ ആയിരിക്കും. കണ്ണൻ അച്ഛൻ്റെ ഡ്രൈവറാണ്, അപ്പോൾ പുള്ളിയും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാം അവിടെയുള്ള വിഷ്വൽസ്. ഓമി ഇപ്പോൾ ഡീസൻ്റായിട്ട് ഇരിക്കുന്നു. അവിടെ എത്തി ഡീസൻ്റായിട്ട് ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷാനി വരുന്നുണ്ട്. ഹൻസുവിന് ഒട്ടും വയ്യ. കാരണം ഞാൻ ചെന്നൈ എന്നുള്ള എൻ്റെ വയ്യായ്മ കൊണ്ട് ഇവിടെ എല്ലാവർക്കും ദാനം ചെയ്തപ്പോൾ അത് ഇഷാനിക്കും കിട്ടി. ഹൻസുവിനും കിട്ടി. അപ്പോൾ ഹൻസു പാവം വയ്യാതെ കിടക്കും അവിടെ. അല്ലെങ്കിൽ ഹൻസും വരാതിരുന്നതാണ്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്, പക്ഷേ ഒട്ടും എണീക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു. അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കാം. പക്ഷേ മെയിൻ വിശേഷം അവിടെ എത്തിയിട്ടുള്ളതാണ്. അശ്വിൻ വന്നില്ല. അശ്വിൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. കാല് വയ്യ. നിങ്ങൾ പിടിച്ചിറങ്ങിയാൽ മതി. കൊടുത്തിട്ട് കുത്തി നോക്കിയാണ് തുടങ്ങാമോ? കിഴക്കല്ലേ? എല്ലാവരുടെ അനുഭവത്തോടു കൂടി ശ്രുതി കൊടുത്തട്ടെ. നിങ്ങൾ കൂടെ എന്താ മക്കളെ വെയിൽ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ആ സാർ
സന്തോഷേ ബാഗ് നമ്മൾ എടുത്തേക്കൂ. ആരോ എത്ര മണിക്ക് കല്ല് ഇടേണ്ടത്? എപ്പോഴും ഇപ്പൊ ആദ്യം ഒരു ചെക്ക് കൊടുത്തേക്കാം, കൊടുത്തിട്ട് കല്ലിടുന്നുള്ളൂ. അപ്പൊ അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, അമ്മ എവിടെ? ഭർത്താവ്, മക്കള്? ഓസി ഓസി ഒരു സെക്കൻഡിങ് വാടാ. ഇങ്ങോട്ട് നിൽക്കാം. മുന്നിൽ വന്നോളൂ, വിളക്ക് മാത്രം സൂക്ഷിക്കുക. ശനി മുന്നോട്ട് വെക്കുന്നു, മുന്നോട്ട് വെക്കുന്നു. മക്കൾ കൊടുത്തോടാ, ഓമി കൊടുത്തോടാ. എല്ലാവരും ഇവിടെ നോക്കി മക്കള് കൊടുക്കുന്ന കൈയാവട്ടെ, ഇവനും അടുത്ത തലമുറയ്ക്കും കൊടുക്കുന്ന കൈ വരട്ടെ. ഇനി കല്ലും കൂടെ ഇട്ടേക്കാം അല്ലേ? വിളക്ക് ഇതിന്റെ മുകളിൽ വെച്ചിരുന്ന സമയമാകുമ്പോഴോ വിളക്കെടുത്തതിന്റെ മുകളിൽ സെക്കൻഡ് സന്തോഷേ നോക്കിക്കൊടുത്തോളാം. കാണുന്നുണ്ടോ? കണ്ട മൈക്ക് പറഞ്ഞേക്ക എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു നല്ല കർമ്മത്തിന് ദൈവം ഒരു സാഹചര്യം തന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും ക്ഷണിച്ചു. ഇന്ന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനത്തിൻ്റെ പങ്കാളിത്തം, ഒപ്പം
മാധ്യമ സുഹൃത്തുക്കളോട് വലിയൊരു നന്ദി. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവിടുന്ന് പ്രചരണത്തിനായിട്ട് വന്നപ്പോൾ ഇവിടെ പുറയിൽ നിൽപ്പുണ്ട് കൃഷ്ണകുമാർ, ഇവിടുത്തെ യുവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രുതിയെ കാണുന്നില്ല, മൈക്കിൻ്റെ ഇടയിലായി. ഇലക്ഷൻ സമയത്ത് നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ വരും ശ്രുതിയെ കാണാൻ, നമുക്ക് എന്തെങ്കിലും കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ KH എന്നെ പറഞ്ഞു ഞങ്ങളും സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു സഹകരണത്തോടുകൂടി നമ്മുടെ പ്രിയ സഹോദരി ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു വീട് വയ്ക്കാൻ അതിൻ്റെ തറക്കല്ലിടാനായിട്ട് ഇന്നൊരു സാഹചര്യം ഒരുങ്ങി. പിന്നെ എല്ലാവിധ സഹകരണം തന്ന എൻ്റെ പത്ര, മാധ്യമ, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി. ഇത് എത്ര കാലം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മെയ് മാസം 30-ന് തീർത്തു തരാമെന്നാണ് കോൺട്രാക്ടർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, മെയ് 30 തീർക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താ പറയുന്നു? അതുകൊണ്ട് ശ്രുതിയെ വേറൊരു വീട്ടിലോട്ട് ഇപ്പോൾ നമ്മൾ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്, എൻ്റെ വീട് പണി തീരുന്നത് വരെ. ശ്രുതി പറയും, എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ എൻ്റെ സ്വപ്നത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് നടന്നിരുന്നത്. വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പഞ്ചായത്തിൽ ഇത്ര പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിച്ചിരുന്നില്ല. ഒന്നും കാണാൻ പറ്റതിനപ്പുറം എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ വളരെ പറയാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവം നടന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല അവിടെ താമസിക്കും, പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുന്ന സമയത്ത്? അതൊരു വീടല്ല സാറ് കണ്ടത്, സാറിനെല്ലാം അതിനകത്ത് സാറിനകത്ത് വന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ പോലും നടക്കുമെന്നൊന്നും എനിക്ക് വിചാരിച്ചില്ല. എനിക്കൊന്നും പറയാൻ വയ്യ, അത്രയും സന്തോഷം. ആ കുടുംബത്തിന് എൻ്റെ ജീവിതകാലം മൊത്തമുള്ളൊരു നന്ദി. വെള്ളവും വെള്ളത്തിൻ്റെ വെയിലായിരിക്കും ടാർപ്പാളത്തിനിടയിൽ കൂടെ എല്ലാം അതൊരു വെയിലായ മഞ്ഞായിരിക്കും. അങ്ങനെ പിള്ളേർക്കൊന്നും ആശുപത്രിയിൽ പോകാനും ഒക്കെ ആയിരുന്നു. മഴയായ മഴയ്ക്കാണ് വീട്ടിനകത്ത് നിന്ന് വെള്ളം പോലെയാണ് നമ്മൾ കളഞ്ഞത്. എല്ലാം മീഡിയക്കാരെല്ലാം നമ്മളെ അത്രയും എല്ലാവരും എഴുതി സഹായിച്ചിട്ടുണ്ട്. കുടുംബത്തിനോട് എൻ്റെ കുടുംബത്തിന് വളരെ വളരെ നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയൊരു കടപ്പാടുണ്ട്. വലിയൊരു കടപ്പാടാണ് സാറിനും സാറിൻ്റെ കുടുംബത്തിനോടൊപ്പം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ സന്തോഷം, നന്ദി കേട്ടോ. ഇതാരെയാണ് ടിക്കറ്റ് ഉറങ്ങിയില്ല ഒട്ടും. എവിടെ നിൽക്കണം? ചിരി വന്നും പോയി, വിഷമം കൊണ്ട് ചിരിക്കുകയും വേണം. അഹാദിഷിക നമ്മുടെ 4 പേരുടെ പേരിൻ്റെ വേർഡ്സ് ഒക്കെ അച്ഛനായിട്ട് സംസാരിക്കണം. കാരണം അച്ഛനാണ് ഡയറക്റ്റായിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഫണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ കൊടുക്കാറാണ് ചെയ്യാറ്. ഇത്രയും നാൾ പോയി, ഇനി പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം പോകണം എന്നാണ് നമുക്ക് ആഗ്രഹം. നിങ്ങളൊക്കെ കണ്ടോ? ഇതുവരെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ചെന്നൈയിൽ നിന്ന് കാണാൻ വന്നപ്പോൾ വയ്യാതെ പോകുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികളെന്ന് പലപ്പോഴും തോന്നിപ്പിക്കുന്ന കുട്ടികളാണ് ഇവരുടെ കുടുംബവിശേഷങ്ങൾ. മലയാളിയുടെ സ്വീകരണ മുറിയിലെ നിത്യസംഭവമാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരു വീടിൻ്റെ ഭാഗമാവുകയാണ്, ഒരാൾക്കൊരു വീട് ലഭിക്കുന്നതിൻ്റെ ഭാഗമാവുകയാണ്. അത് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അച്ഛൻ ആദ്യം ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാശ് തരണം എന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. ഇപ്പോൾ എന്താണ് ദിയയ്ക്ക് ആദ്യം മനസ്സിൽ തോന്നി? നമ്മൾ ഇത് ആദ്യമായിട്ടല്ല ഒരു ഫണ്ട് ഇങ്ങനെ കൊടുക്കുന്നില്ല. അതിലേക്ക് ഫണ്ട് ഇതിനകത്ത് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കും. നമ്മളെന്താ കാര്യം എന്നുള്ളത് ചോദിക്കും. അപ്പം നമുക്കും അത് കറക്റ്റായിട്ട് തോന്നുന്ന ആവശ്യം തന്നെയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഒരുപാടല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെല്ലാവരും ഒരു ചെറിയ ഷെയർ നമ്മൾ കൊടുക്കും. ഇപ്പം നല്ല ഫണ്ടും കൊടുക്കും, ഇപ്പോഴും പറ്റുന്നത് നമ്മൾ കൊടുക്കും. അതാ ഇപ്പോൾ ശ്രുതി എന്ന് പറയുന്ന അവരുടെ വീട് നമ്മളെല്ലാവരും കണ്ടു. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് പോലും വളരെയധികം വേദന തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ നിന്ന്
ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. എങ്കിലും ഒരു വീട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാര്യം ഞാൻ ഒരു 2 ദിവസം മുന്നേ വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പരിപാടിക്ക് വരാൻ പറ്റുന്ന പോലും വിചാരിച്ചില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ വരുന്നതായി ഉറപ്പിക്കണ്ട, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് എടുത്തിനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇഷാനി പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇഷാനി ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആയപ്പോഴാണ് ഞാൻ കുറച്ച് ഓക്കെ ആയത്. ഇന്ന് രാവിലെ ആയപ്പോൾ ഞാനും പറഞ്ഞു, അച്ഛൻ ഞാനും വരാം, എന്തായാലും നമ്മളിതിനകത്ത് കയറി, അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിട്ട് തന്നെ ഇങ്ങനെ വരാമെന്നുള്ള പോലെ. കാരണം എനിക്ക് നേരിട്ട് ഞാൻ സത്യം അച്ഛൻ്റെ കൂടെ അങ്ങനെ എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല. കാരണം ബേബിയോട് എനിക്ക് ഒട്ടും പറ്റാറില്ല. അപ്പോൾ ഇന്ന് അതിന് കറക്റ്റായിട്ടൊരു സാഹചര്യം ഒത്തു വന്നു, സമയവും കിട്ടി, ഹെൽത്തും ദൈവം അനുഗ്രഹിച്ച് ഓക്കെ ആയി വരാൻ പറ്റിയൊരു സന്തോഷം, ശരിക്കും സന്തോഷം. കൃഷ്ണകുമാർജിയും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും ഒക്കെ എപ്പോഴും സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കുന്നത്, നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്തായാലും ഇത്രയും നല്ല ഒരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം പാല് കൊടുക്കണം. നമ്മൾ തിരിച്ചെത്തി. കുഞ്ഞിൻ്റെ തന്തയുടെ കയ്യിലെത്തി. കുഞ്ഞ് ഇവിടെ അശ്വിന് അടിച്ച് പൊളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എത്താറായെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴൊരു നിരാശയായിപ്പോയി മൊത്തത്തിൽ. സാരമില്ല. ഇന്നിവിടെ ചിക്കൻ കറിയാണ്. ഞാനത് കഴിക്കാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അർജുൻ വരും, ചിക്കൻ കറിയൊക്കെ ആക്കുന്നുണ്ട്. ഞാനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നത് കൊണ്ട് ഒരു 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ്. കാരണം എപ്പോൾ വേണം എമർജൻസി വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ നാളെ നമ്മുടെ ഫ്ലാറ്റിൽ തിരിച്ചു പോവും. എന്നിട്ട് വേണം പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്യാൻ. ചെന്നൈ പോയിട്ട് ഒറ്റ അതുപോലും ചെയ്യാൻ പറ്റിയില്ല. ചെന്നൈയിൽ വ്ളോഗൊക്കെ എടുക്കണമായിരുന്നു, പക്ഷേ ഞാൻ ചെന്നൈയിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചും കൂടെ കാണിച്ചിട്ട് ഈ ഒരു വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നലെ തുടങ്ങിയ വ്ളോഗാണ്. ഇന്നിനി ഉച്ചയ്ക്കാണ് തീരാൻ പോകുന്നത്. സിനിമ കണ്ടിട്ട് എന്റെ പെർഫോമൻസിനെ കുറിച്ച് ഓക്കെ അത് ശരിയാണ്. ലഞ്ച് കഴിച്ചിട്ടുടനെ ഞാൻ സിനിമയ്ക്ക് പോകും, ആശകളായിരം. അപ്പോൾ ഞാൻ ആ സിനിമയും കൂടെ കണ്ടിട്ട് ശരി എന്ന് ലുലു മോളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഹൻസു ആയിട്ടാണ് പോകുന്നത്. ഹൻസു നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഞാൻ ഇവനെ ട്രോളിയിൽ ഇപ്പോൾ ഇരുത്താറുണ്ട് ബേബീനെ. അപ്പോൾ ഹൻസൊക്കെ തള്ളിക്കോളാന്ന് പറഞ്ഞു. സ്ട്രോബെറി വാങ്ങിക്കണം വീട്ടിലത്തേക്ക്. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ആശകളായിരം, ലുലു വിശേഷങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. എന്ത് പറയുന്നു അശ്വിൻ? ആൻഡ് എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരേ ചോദ്യം ചോദിച്ചു. ഞാൻ പരിപ്പ് കഴിക്കില്ല, ഇഷാനിക്കാണ് പരിപ്പ് ഇഷ്ടം. ഒരു അശ്വിനോ? അശ്വിൻ കഴിക്കൂല, അവനും പരിപ്പ് കഴിക്കൂല. അവന് എന്നെ പോലെ നെഞ്ച് വേദനിച്ചായിരിക്കും ചോദിച്ച പരിപ്പാണോ. ചിക്കൻ കറിയുടെ കൂടെ പരിപ്പെന്ന് വെച്ചാൽ അവൻ മരിച്ചിട്ടുണ്ടാവും ചിലവ്. ഇത് കപ്പയാ ചക്കയാ? ചക്ക. ചക്കാന്ന് കേട്ടപ്പോഴും ആശു മരിച്ചിട്ടുണ്ടാവും. എനിക്ക് ചക്ക ഇഷ്ടമല്ല. ചിക്കൻ കറിയിൽ എത്ര കാലുണ്ട്? 4 കാലുണ്ട്. ഓക്കെ, ഗുഡ്. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ ഉള്ള വേറെ സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ ആയി. എൻ്റെ ഇന്ത്യൻ വെയറൊക്കെ മാറ്റി. ഇത് ആക്ച്വലി അമ്മൂൻ്റെതാണ്. അമ്മു ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലും. കാരണം എൻ്റെ ഡ്രസ്സെല്ലാം ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മൂൻ്റെ കബോർഡ് റീഡ് നടത്തി നല്ലൊരു ടീഷർട്ട് എനിക്ക് കയറുന്ന നോക്കി അങ്ങ് എടുത്തു. ഭാഗ്യത്തിന് എൻ്റെ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിച്ച ജീൻസ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് കാണുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തൂക്കി ഞാൻ. ഓം ഇതേ ഇഷാനിയുടെ കമ്മലെങ്കിലും വലിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ഓം ബേബിയാനു. ഓമീ. ഓ നോക്കിയിരിക്കുന്നു. ഞാൻ കമ്മൽ ഊരുന്ന് നോക്ക്. നോട്ടി എക്സ്പ്രഷൻസ്. ആ പല്ല് കാണട്ടെ എല്ലാരും. പല്ല് നോക്കിയേ. പല്ല് വെച്ച ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാന്ന് എല്ലാരും കണ്ടോളാൻ. അഭ്യാസം. എവിടെ ചിരിച്ചേ? അയ്യോ വരട്ടെ എന്നൊക്കെ എടുത്തോണ്ട് പോഴോന്നൊക്കെ. ഓക്കെ ബേബി, ഞാൻ മേളില് ബാത്റൂം പോയിട്ട് വരാം. ടാറ്റാ ടാറ്റാ. ഹൻസിക്കാനാണ് ഇഷ്ടം. ഞാൻ പൊക്കി കൊടുക്കാം. ഇവരൊന്നും ഇഷ്ടമല്ല നിനക്ക്? മനപ്പൂർ ഈ സൈഡിലോട്ട് വെക്കാതെ. മനപ്പൂർ ഇപ്പുറത്തോട്ട് വെച്ചാൽ ഇവരെയൊന്നും ഇഷ്ടമല്ലേ എന്ന്. എന്നെ അവൻ നോക്കുന്ന പോലും ഇല്ല. എടാ അത് ഞാനാടാ. അത് അമ്മൂനവരെ ഇഷ്ടപ്പെട്ടു, എന്നെ മാത്രമാണ് കേട്ടോ അവൻ ഇഷ്ടപ്പെടാത്ത.
പാവൻ ഞാൻ. ആ അതാണ് ഞാൻ. ആരാ വേണം നിനക്ക്? That's your mother. അവർക്ക് ഇതിനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ ഇവന്റെ പ്രായത്തിൽ 4 പേര്. ഇവളെയാണ് പക്ഷെ ഭയങ്കര നോട്ടം കേട്ടെ. ഹൻസിക്കാനാണ് ഭയങ്കര. അതാ ഐലാഷും കണ്ണും ഒരേപോലെ. അത് നാണമൊക്കെ വരുന്നു പെണ്ണ് കാണാൻ കൊണ്ടിരുത്തിയ പോലെ. പീപ്പി. അയ്യോ 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 അയ്യോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ മൂവിക്ക് പോവുകയാണ്. യശ്വിൻ, ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലേ? നന്നായി അടിച്ചു കയറുന്ന കണ്ടല്ലേ. ഹൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ കറി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓമി ഓമി ഇപ്പൊ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഓസിയുടെ കാറിൽ ഓമീനെയും വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്മള് അങ്ങനെ പോയത് എവിടെ മറ്റേ ഭൂമിയിൽ വെച്ചിട്ടായിരുന്നു. ഹലോ gonna watch 1,000 wishes. ആശകളായിരുന്നു ഷാനിയുടെ. അങ്ങനെ ഓസിയാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഹായ്. അല്ല അസോസിയേറ്റ് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്യാം. ഇതിന്റെ ഷൂട്ട് എന്തായാലും ഉടനെ കാണത്തില്ല. മതി. എന്റെ പെർഫോമൻസ് പക്കയായിരുന്നില്ലേ? ഓക്കെ ആയിരുന്നു. ഒന്നുമില്ലെന്നറിയാം, എന്നാലും എവിടെയെങ്കിലും കുറച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം. ഇന്റർവെൽ കഴിഞ്ഞു. ഇതുവരെ അടിപൊളി പടം, സൂപ്പർ പടം. ഇപ്പൊ ഇഷാനി വരും. ഹലോ ഹലോ ഇവിടെ കഞ്ഞി കുടിക്കുന്ന കഥയൊക്കെ പഠിക്കാം. അപ്പം നമ്മള് ഇന്നലെയാണ് പടമൊക്കെ കണ്ടത്. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് എത്തിയോട് നമുക്ക് ബാക്കി പിറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. ആശകളായിരം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. കൂടി കൊള്ളായിരുന്നു. എനിക്ക് ആശകളായിരം ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ജയറാമിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ. ആൻഡ് ഇഷാനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ അതിനകത്ത് ഒത്തിരി സീൻസ് ഉണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷാനിയുടെ വർക്ക് കറക്റ്റായിട്ട് പക്കയായിട്ടാണ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് പടം പക്ക ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു. ഫ്രം ബിഗിനിങ് ടിൽ എൻഡ് ബോറടിക്കത്തൊന്നുമില്ല, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും കണ്ടില്ലെങ്കിൽ ആശകളായിരം കാണുക. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ. ബൈ പറ. ബൈ പറ. ബൈ.